ജെഫ്രി എപ്സ്റ്റീൻ. അയാൾ ടവൽ മാത്രം ഇട്ടാണ് നിന്നത്. ആ കുട്ടിയോട് വസ്ത്രങ്ങൾ അഴിക്കാൻ എപ്സ്റ്റീൻ ആവശ്യപ്പെട്ടു. ആ കുട്ടിയെ പൈശാചികമായി അവൻ പീഡിപ്പിച്ചു. അവന്റെ വലയിൽ വീഴുന്ന പെൺകുട്ടികൾ മറ്റു പെൺകുട്ടികളെയും എപ്സ്റ്റീന്റെ അടുത്തെത്തിച്ചു. അവന്റെ വലയിൽ വീഴുന്ന പെൺകുട്ടികളെ ഉപയോഗിച്ച് മറ്റ് പെൺകുട്ടികളെയും അവന്റെ അടുക്കൽ എത്തിച്ചു. അങ്ങനെ 1, 2, 3, 4, 10, 20 ഒരുപാട് പെൺകുട്ടികൾ അവന്റെ വലയിൽ വീണു. പോലീസിന് വിവരം ലഭിക്കുന്നത് ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ്. ആ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ എപ്സ്റ്റീന്റെ പീഡന കഥകൾ പുറത്തു വന്നു. അതുമാത്രമല്ല, ഈ കുട്ടി വഴി മറ്റൊരു പെൺകുട്ടിയും എപ്സ്റ്റീന്റെ അടുത്ത് എത്തിയിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി വിവരവും പോലീസിന് ലഭിക്കുന്നു. എന്നാൽ പോലീസിന് വലിയ ഞെട്ടലാണ് ഉണ്ടായത്. ഇതൊരു വലിയൊരു ചെയിനാണ്. വലയിലകപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ എപ്സ്റ്റീന്റെ അടുത്ത് എത്തിക്കുന്നു. അതിന് കമ്മീഷനും എപ്സ്റ്റീൻ നൽകുന്നു. ഈ മറ്റൊരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയും എപ്സ്റ്റീന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അതിന് ഈ പെൺകുട്ടിക്കും കമ്മീഷൻ ലഭിക്കുന്നു. ഇയാളുടെ വലയിൽ വീഴുന്ന പെൺകുട്ടികൾ ദരിദ്രരായിരുന്നു, അല്ലെങ്കിൽ പണമില്ലാത്ത വീട്ടുകളിലെ പെൺകുട്ടികളായിരുന്നു ഇയാളുടെ വലയിൽ പ്രധാനമായും വീണിരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്ത് പോലീസ് എത്തിയത് വലിയൊരു ലൂപ്പിലാണ്. അങ്ങനെ പ്ലാം ബീച്ച് പോലീസിന് 35 ഇരകളുടെ വിവരങ്ങൾ ലഭിക്കുന്നു. എല്ലാവരുടെയും മൊഴിയും കഥകളും ഒന്നു തന്നെയാണ്. ഈ ഇരകൾ 13 മുതൽ 17 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളാണ്. ഇവർ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുമായിരുന്നു. എന്നാൽ 2006 പ്ലാം പോലീസ് എപ്സ്റ്റീനെതിരെ 53 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നു. മാത്രമല്ല, ഇരകളുടെ വലിയ മൊഴികളും എടുക്കുന്നു. എപ്സ്റ്റീനെതിരെയുള്ള കേസ് ഇതായിരുന്നു: ഇന്റർനാഷണൽ സെക്സ് ട്രാഫിക്കിംഗ്. 36 ഇരകൾ. കുറ്റപത്രം വഴി എപ്സ്റ്റീൻ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള വകുപ്പുകൾ ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു.